അപ്പോൾ മാസങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ ഒരു എമർജൻസി ഫണ്ട് സെറ്റാക്കി. അതെ, നിങ്ങൾക്കൊരു സേഫ്റ്റി ഇൻഷുറൻസ് നിങ്ങൾ തന്നെ റെഡിയാക്കിയിരിക്കുകയാണ്. ഇതിന് കർശനമായ നിയമങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ എമർജൻസി ഫണ്ടിന്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജീവിതം ഒരു യൂ ടേൺ എടുക്കുമ്പോൾ, അതായത് പെട്ടെന്ന് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുക, നിങ്ങൾക്ക് സാമ്പത്തികമായി പണം ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരിക, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ആരോഗ്യം നിങ്ങൾക്ക് വില്ലനാകുമ്പോൾ, അതായത് നിങ്ങൾക്ക് ഹെൽത്ത് ബേസ്ഡ് ആയിട്ട് ഭയങ്കര എമർജൻസി വന്നു, നല്ലൊരു തുക നിങ്ങൾക്ക് അതിന് ചിലവാകും, നിങ്ങളുടെ ഇൻഷുറൻസ് കഴിച്ചും നിങ്ങൾക്കൊരു തുക ചിലവാകും എന്ന് മനസ്സിലാകുമ്പോൾ. 3, നിങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാത്ത അത്രയും കഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മാത്രമേ നിങ്ങൾ എമർജൻസി ഫണ്ട് തൊടാൻ പാടുള്ളൂ. ഇനി എപ്പോഴാണ് ഈ ഫണ്ട് ഒരു കാരണവശാലും തൊടാൻ പാടില്ലാത്തത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ പലതരം ഓഫേഴ്സ് നിങ്ങളെ മാടി വിളിക്കുമ്പോൾ, പുതുതായി നിങ്ങൾക്ക് വാങ്ങണമെന്ന് തോന്നാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന പല സിറ്റുവേഷൻസ് വരുമ്പോൾ, ഇനി എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ, ഒരു പാർട്ടി നടത്താൻ, അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് അതൊന്നും എമർജൻസിയേ അല്ല. എമർജൻസിക്ക് വേണ്ടി മാത്രം ഈ പണം ഉപയോഗിക്കുക. ഇതെല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഈ ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം എപ്പോഴെങ്കിലും ഉണ്ടായാൽ, അത് നിങ്ങൾ തരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്ത ആദ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ എമർജൻസി ഫണ്ട് റീഫിൽ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ആ ടെന്യൂറിനനുസരിച്ച് ഈ ഫണ്ട് ഫില്ല് ചെയ്ത് വെച്ചിരിക്കണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ അടുത്തൊരു പരിപാടിയിലേക്ക് പോകാവൂ. അത് എന്ത് തരം ഇൻവെസ്റ്റ്മെന്റോ എന്ത് തരം ആവശ്യങ്ങളാണെങ്കിൽ. സോ ബിൽഡ് യുവർ പീസ്, ബിൽഡ് യുവർ എമർജൻസി ഫണ്ട്. അപ്പോൾ അടുത്തൊരു സീരീസിൽ അടുത്ത മികച്ച ഫിനാൻഷ്യൽ ടിപ്പുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി സേവിങ്സ്.